ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യക്കകത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. രണ്ട്, ഇന്ത്യക്ക് പുറത്തെ വിദേശ ശക്തികളുടെ താല്പര്യം. ഇന്ത്യക്കകത്തെ താല്പര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. തികച്ചും രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് അതിന്റെ പുറകിൽ എന്നതാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ സമരം തുടങ്ങിയത് മുതൽ തന്നെ ഏറെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ സമരത്തിന്റെ പുറകിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ എന്നത്, അല്ലെ? അരവിന്ദ് കെജ്രിവാളിന് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടോ എന്നത്. ഈ ആം ആദ്മി പാർട്ടിയോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിന്നിരുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഈ സമരത്തെയും ലീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അഭിജിത്ത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയും അഘോരാത്രം പണിയെടുത്ത ആളാണ്. CJPയിലെ പ്രധാന നേതാക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരാണ്. എന്താണ് ഈ സമരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇത്ര താല്പര്യം? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യം. ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യയിൽ ഭരണമുള്ള ഏക സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏക സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഡൽഹിയിൽ അവർക്ക് ഭരണം ഉണ്ടായിരുന്നെങ്കിലും ദയനീയമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. ഡൽഹി ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. അവിടുത്തെ MP മാരും BJP-ക്കാരാണ്. അതേസമയത്ത് പഞ്ചാബ് മാത്രമാണ് അവരുടെ കയ്യിലുള്ള ഏക സംസ്ഥാനം. പഞ്ചാബ് കൂടി പോയി കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യയിൽ യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. ഇനി എപ്പോഴാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരും കാര്യമായിട്ട് പരിശോധിച്ചതായിട്ട് കാണുന്നില്ല. 2027 പഞ്ചാബിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2027 എന്ന് പറയുമ്പോൾ ഏകദേശം 2027 ഫെബ്രുവരി ആ ഒരു സമയത്തായിരിക്കും ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. ഇതിപ്പോ നമ്മൾ ഓഗസ്റ്റിലേക്ക് എത്തി, ജൂലൈ ഓഗസ്റ്റിലോട്ടായി കഴിഞ്ഞു. ഈ സമരം അടുത്തൊന്നും നിർത്തണം എന്ന ഉദ്ദേശത്തോടെ അല്ല ആരംഭിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാനെ പെട്ടെന്ന് രാജിവെപ്പിക്കാൻ മോദി ഭരണകൂടം തയ്യാറാവില്ല എന്ന് CJPക്ക് അറിയാം. ഇനി അഥവാ മോദി എങ്ങാനും CJPയുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനോട് രാജി ആവശ്യപ്പെടുകയോ അദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വകുപ്പ് അദ്ദേഹത്തിന് നൽകുകയോ ചെയ്തു എന്ന് കരുതുക. മറ്റു പല തട്ടുമുട്ട് ന്യായങ്ങളും പറഞ്ഞിട്ട് ഈ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനായിരിക്കും സമരക്കാർ ശ്രമിക്കുക. ഈ സമരം അങ്ങനെ പെട്ടെന്നൊരു നിമിഷത്തിൽ തോന്നി തുടങ്ങിയതല്ല. ഇതിന്റെ പുറകിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് അഭിജിത്ത് അമേരിക്കയിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്തത്. അവിടെ ഇരുന്നു കൊണ്ട് മൂവ്മെന്റിന് തുടക്കമിടുകയും അവിടെ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ജൻസികൾക്കിടയിൽ മൂവ്മെന്റിനെ ശക്തമാക്കുകയും ചെയ്തതിനു ശേഷം ഒരു മാസ് എൻട്രി നടത്തുന്നു ഇന്ത്യയിലേക്ക്. അതിനുശേഷം നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യുകയാണ്. അഭിജിത്ത് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അഘോരാത്രം പണിയെടുത്ത ആളാണ്. സോ ആം ആദ്മി പാർട്ടിയുടെ രൂപത്തിൽ ഡൽഹിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഈച്ച കുഞ്ഞിനെയും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് പുതിയ മൂവ്മെന്റുമായിട്ട് ഒരു കാരണം കിട്ടിയപ്പോൾ അതിൽ പിടിച്ച് കയറി വന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ ഈ സമരം ഉടനെ നിർത്തില്ല എന്ന് പറയാൻ കാരണം ഇത് കേവലം ആം ആദ്മി പാർട്ടിയെ മാത്രം സ്വാധീനിക്കുന്ന സമരമല്ല, അല്ലെങ്കിൽ അവർക്ക് മാത്രം വേണ്ട ഒരു സമരമല്ല. മറിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒരു സമരമാണ്. ഡൽഹിയിൽ തുടങ്ങിയ ഈ സമരത്തെ പഞ്ചാബിലും ഉത്തർപ്രദേശിലും രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേക്കും ഇതിനെ വ്യാപിപ്പിക്കാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം 2027 വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയുമേറെ വർഷങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പല്ല നമ്മൾ ഈ കാണുന്നത്. 2027 വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. 2027 പഞ്ചാബിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുണ്ട്. 403 സീറ്റുകളുള്ള ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ്. ഈ തവണ കൂടി അധികാരത്തിൽ വന്നില്ല എങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ശവമടക്കാണ് നടക്കാൻ പോകുന്നത്. സമാജ്വാദി പാർട്ടി രാഷ്ട്രീയമായി ഇന്ത്യയിൽ നിന്ന് അപ്രസക്തമാകും. മാത്രമല്ല IND മുന്നണിയുടെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസ് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയാണ്. അവർക്ക് കൂടി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ ഉത്തർപ്രദേശിൽ കഴിഞ്ഞില്ല എങ്കിൽ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നെ അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങൾ സമാജ്വാദി പാർട്ടി നടത്തുന്നുണ്ട്. 2027 ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, മണിപ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. സോ ഈ സംസ്ഥാനങ്ങളിലെല്ലാം എങ്ങനെയും ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഇതിനു പുറമെ ഇതേ 2027 നവംബർ ഡിസംബർ സൈക്കിളില് ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൽഹിയും പഞ്ചാബും കഴിഞ്ഞാൽ ചെറിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്.
ആ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ കഴിയുമോ എന്ന് ആം ആദ്മി പാർട്ടി കണക്കുകൂട്ടുകയാണ്. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആം ആദ്മി പാർട്ടിയുടെ ഇമേജ് വീണ്ടെടുക്കണം. കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി, അരവിന്ദ് കെജ്രിവാളിന് മേൽ ആരോപണങ്ങൾ വന്നു. അപ്പൊ ജൻസിയെ കൂടെ നിർത്താൻ പുതിയ നേതാക്കൾ ആം ആദ്മി പാർട്ടിക്ക് ആവശ്യമാണ്. അരവിന്ദ് കെജ്രിവാള് പതിയെ മാത്രമേ ഇതിലേക്ക് പ്രധാന മുഖമായിട്ട് രംഗപ്രവേശം ചെയ്യാൻ സാധ്യതയുള്ളൂ. അതേസമയത്ത് അഭിജിത്തിനെ പോലെയുള്ള ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കളിയാണിത്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി നേരിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറുകയും അവർ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്യാനുള്ള സാധ്യത തീരെ കുറവാണ്. മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ചില നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കുകയും ഇന്ത്യ മുന്നണി വിശേഷിച്ച് ആം ആദ്മി പാർട്ടി ചിലപ്പോൾ അവരെ ഭാവിയിൽ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത നമുക്ക് നിലവിലുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കളമൊരുക്കുക എന്ന് പറയും. അടുത്ത 2027 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കൽ ഇപ്പോഴേ പണി തുടങ്ങുന്നു. ജൻസിയെ കൂടെ നിർത്തുക. കാരണം യുവാക്കൾക്ക് ഇന്ന് വലിയ വോട്ട് ബാങ്കാണ് യുവാക്കൾ ഇന്ത്യയിൽ. മോദി ഭരണകൂടത്തിനെതിരായിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടും മോദി സർക്കാർ കഴിവുകെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ടും വിദ്യാർത്ഥികൾക്കെതിരാണെന്ന് സ്ഥാപിച്ചുകൊണ്ടും ഒക്കെ വളരെയധികം പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വലിയ നീക്കം. ഇതിനെ നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെയധികം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ധ്രുവ് റാഠി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീഡിയോകൾ ഗ്രാമാന്തരങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പ്രതിപക്ഷ പാർട്ടികളും ഈ ധ്രുവ് റാഠിയുടെ വീഡിയോകൾ അത് കേൾക്കുന്ന സമയത്ത് ഒരാൾ അത് സത്യമാണെന്ന് കരുതും. അയാൾ പച്ചക്കള്ളമാണ് കേട്ടോ അയാളുടെ വീഡിയോകളിലൂടെ പലപ്പോഴും പറയുന്നത്. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് കുറെ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ കുറെ എന്തെങ്കിലുമൊക്കെ എവിഡൻസ് എന്ന് തോന്നിപ്പിക്കുന്ന യാതൊരു ആധികാരികതയും ഇല്ലാത്ത കുറെ ലേഖനങ്ങളുടെ തെളിവുകൾ കൂടെ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കുക എന്നതാണ് അയാളുടെ ഒരു തന്ത്രം. അതിന് അയാൾക്ക് സാമാന്യം നല്ല കഴിവുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ മിടുക്കനാണ് ആ ചെറുപ്പക്കാരൻ. ജർമ്മനിയിലോ മറ്റോ അയാൾ സെറ്റിൽഡ് ആണ്. ഈ മൂവ്മെന്റ് കോക്രോച്ച് മൂവ്മെന്റിന്റെ പുറകിലും ധ്രുവ് റാഠി എന്ന് പറയുന്ന പയ്യന്റെ സ്വാധീനം നമ്മൾ ചെറുതായി കാണരുത്. അപ്പോ നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വീഡിയോകൾ ചെയ്യുന്ന, കേന്ദ്ര സർക്കാരിന്റെ കാലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങളോ സാമ്പത്തിക പുരോഗതിയോ യാതൊന്നിനെ കുറിച്ചും ഇന്നേ വരെ ഒരു നല്ല വാക്ക് പറയാത്ത, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം കണ്ടെത്തുന്ന ധ്രുവ് റാഠിയെ പോലെയുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട്. അവരുടെ വീഡിയോകൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ജൻസിയെ വിശ്വാസത്തിലെടുക്കുന്ന കാര്യത്തിൽ BJP ഒരല്പം പുറകിലാണോ എന്ന സംശയം ന്യായമായിട്ടും ഉയരുന്നുണ്ട്. കാരണം 2024 തെരഞ്ഞെടുപ്പിൽ അവർ എക്സ്പെക്ട് ചെയ്ത സീറ്റുകൾ കിട്ടാത്തതിന്റെ ഒരു കാരണം അത് തന്നെയായിരുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഫേസ്ബുക്കിന്റെ തരംഗമാണ്. ആ സമയത്ത് ഏറ്റവും അധികം സോഷ്യൽ മീഡിയ ചർച്ചകൾ, പോസ്റ്റുകൾ, വിവാദങ്ങൾ ഒക്കെ ഏറ്റവും അധികം ഫേസ്ബുക്കിലായിരുന്നു. എന്ന് മാത്രമല്ല ഫേസ്ബുക്കിനകത്ത് ഏറ്റവും ടോപ്പിൽ നിന്നത് ഈ സംഘപരിവാർ സംഘടനകളും BJPയും RSSും ഒക്കെ തന്നെയായിരുന്നു. അവരുടെ അണികളായിരുന്നു ആ സമയത്ത് ഫേസ്ബുക്ക് അടക്കം ഡോമിനേറ്റ് ചെയ്ത് നിന്നത് 2013, 14, 15 സമയത്തൊക്കെ. ഇന്നും അങ്ങനെ തന്നെയാണ്. ഫേസ്ബുക്കിനകത്ത് നമുക്ക് അതിന്റെ ഒരു തുടർച്ച ഇന്നും കാണാം. ഫേസ്ബുക്കിനകത്ത് എപ്പോൾ നമ്മൾ നോക്കിയാലും ഈ സംഘപരിവാര ശക്തികൾ വളരെ സ്ട്രോങ് ആണ് അവിടെ. പക്ഷെ ആ സ്ട്രെങ്ത് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് സംഘപരിവാരത്തിനുണ്ടോ എന്ന് സംശയമാണ്. അവിടെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിലുള്ളവരോടടക്കം ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആകാനായിട്ട് പറഞ്ഞത്. കാരണം 10-12 വർഷമായി തലമുറ മാറുകയാണ്. അപ്പൊ പഴയ തലമുറയിലുള്ളവർക്ക് മാത്രമേ കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത്, മോദി വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് അറിയാവൂ. ഇന്നത്തെ ജെൻസി പിള്ളേർ, പ്രത്യേകിച്ച് ഇപ്പോൾ വോട്ടവകാശം കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് കാണുന്നത് തരക്കേടില്ലാത്തൊരു ഇന്ത്യയാണ്. അവർക്ക് പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായി അറിയില്ല. ഇന്ന് ചരിത്രം പഠിക്കാനും ചരിത്രബോധമുള്ള വിദ്യാർത്ഥികളും ഒക്കെ വളരെ കുറവാണ് ഇവിടെ. ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് ഇന്ന് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ് പഠിക്കുന്നത്, യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ ഇടത് സഹയാത്രികരായിട്ടുള്ള ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്തോ കുഴപ്പം പിടിച്ച നാടാണെന്നേ തോന്നൂ. കാരണം അവരുടെ പേഴ്സ്പെക്റ്റീവും പൊളിറ്റിക്സും എപ്പോഴും അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ യഥാർത്ഥ ഇന്ത്യ എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവുമുള്ള ഇന്ത്യ എങ്ങനെയായിരുന്നു? കോൺഗ്രസിന്റെ ഇന്ത്യയിൽ നിന്ന് BJPയുടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? ഇങ്ങനെ വസ്തുതകൾ മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ല. കാരണം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അപ്പോൾ അവര് മാറാൻ പറയുന്നതിനേക്കാൾ നല്ലത് മുതിർന്നവർ അല്ലെങ്കിൽ അവർക്കൊപ്പം മറ്റുള്ളവർ അവരോടൊപ്പം ചേർന്ന് നിന്ന് മാറ്റത്തിന്റെ ഭാഗമാവുക എന്നതാണ്. അപ്പോൾ പ്രധാനമന്ത്രി അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആകണം തുടർച്ചയായിട്ട് അദ്ദേഹം 2 റീലുകൾ ഇട്ട് ജെൻസിക്കിടയിൽ ഒരു ഇമ്പാക്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് ഉണ്ടാക്കിയത്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഒരു പ്രധാന ഇടമാണ്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ അവിടെ നടന്ന ചർച്ചകൾ, അത് വീഡിയോകൾ, അത് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് BJPയുടെ സീറ്റുകൾ കുറയുന്നതിൽ.
അവിടെ ധ്രുവ് രാഠിയെ പോലെയുള്ള ആളുകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രയൊക്കെ സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലും കള്ളം പ്രചരിക്കുന്ന വേഗത്തിൽ സത്യം പ്രചരിക്കുകയില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യം പ്രചരിച്ചത് ഇന്ത്യക്ക് എന്തോ തിരിച്ചടി ഉണ്ടായി എന്നാണ്, പാകിസ്ഥാൻ എന്തോ നേടിയെന്നായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വർഷങ്ങൾ കൊണ്ടാണ് ലോകം തിരിച്ചറിഞ്ഞത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2027 വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ്. അപ്പൊ ജെൻസി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കൂടെ നിർത്തിയിട്ട് അടുത്ത വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നതാണ് എനിക്ക് പരിശോധിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. ഇതിലെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയാണ്. കാരണം ആം ആദ്മി പാർട്ടിക്ക് ഇനി പഞ്ചാബ് കൂടി നഷ്ടപ്പെടുത്താൻ കഴിയില്ല. നിലവിലെ പഞ്ചാബ് ഭരണകൂടം ദുരന്തമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും കർഷകരെ കൂടി ഈ ഒരു സമരത്തിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് സിഖുകാർക്കെതിരായിട്ട് ഈ സമരത്തെ തിരിച്ചുവിടണം. അപ്പൊ പഞ്ചാബിനകത്ത് ഈ സിഖുകാർക്കിടയിൽ ഒരു പോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് BJP വിരുദ്ധ വോട്ടുകൾ വീണ്ടും ഈ ആം ആദ്മി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ അധികാരം നിലനിർത്തുക എന്നതാണ് ഇതിലുള്ള ആം ആദ്മി പാർട്ടിയുടെ താല്പര്യം. ഉത്തർപ്രദേശിൽ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം, വിശേഷിച്ച് സമാജ്വാദി പാർട്ടിയുടെ ലക്ഷ്യം. ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ എല്ലാം പിടിച്ചെടുക്കുക, നിലനിർത്തുക എന്നൊക്കെയാണ് മറ്റുള്ള ഇന്ത്യ പാർട്ടി സഖ്യകക്ഷികളുടെയൊക്കെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് 2027 തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പാണ്. ഫെബ്രുവരി മാർച്ച് ടേമിലാണ് UP, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, അതുപോലെ പഞ്ചാബ് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ 2027 നവംബർ ഡിസംബറിലാണ് ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും കളമൊരുക്കലുമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ജെൻസി പ്രതിഷേധം. ഇവിടെ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ആവശ്യവുമായിട്ട് ഇവർ വരും. ഉടനെ ഇവിടെ നിന്ന് ഇത് നിർത്തിപ്പോകാൻ ഇവർ പെട്ടെന്ന് തയ്യാറാവില്ല. അല്ലെങ്കിൽ മോദി സർക്കാർ അത്രയ്ക്കും ഇവരെ ലോക്ക് ആക്കണം, എന്ന് വെച്ചാൽ ഇവർക്ക് സമ്മതിക്കേണ്ടി വരണം ഇത് നിർത്തിപ്പോകാൻ. ആ തരത്തിലുള്ള നീക്കങ്ങൾ മോദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തിടത്തോളം ഇവരെന്തായാലും പെട്ടെന്ന് നിർത്തിപ്പോവില്ല. ഒരു ഡിമാൻഡ് അംഗീകരിക്കുമ്പോൾ അവർ അടുത്ത ഡിമാൻഡുമായിട്ട് വരും, അത് അംഗീകരിക്കുമ്പോൾ അടുത്ത ഡിമാൻഡുമായിട്ട് വരും. അപ്പൊ ഇത് രാജിയിൽ തീരുമെന്ന് ആരും കരുതരുത്. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഈ ഒരു സമരം പെട്ടെന്നുണ്ടായതല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ സമരക്കാർക്ക് ആവശ്യമായ ഭക്ഷണം, അവർക്ക് ആവശ്യമായ ലക്ഷറി ഐറ്റംസ്, അവർക്ക് ആവശ്യമായ താമസ സൗകര്യം അടക്കം അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. എവിടെ നിന്നോ ആരൊക്കെയോ ഓർഡർ ചെയ്യുന്നു, ഫുഡ് എത്തുന്നു, സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ സൗജന്യമായി കൊടുക്കുന്നു, പിന്നെ ക്രിയേറ്റേഴ്സിന് ഫണ്ട് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യൂ എന്ന് പറയുന്നു, സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ പണം എറിഞ്ഞുകൊണ്ട് തന്നെ ആരൊക്കെയോ എവിടേക്കോ ഇരുന്നു കൊണ്ട് ഒരു സമരം മുന്നോട്ടുകൊണ്ടുപോവാണ്. ഈ സമരം പരാജയപ്പെടുന്ന എപ്പോഴാണ്? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴോ, അവിടെ ഉള്ളവർക്ക് സമരം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് നേരിടുമ്പോഴോ ആണ്. യുവാക്കൾക്ക് വേണ്ടത് എന്താണ്? ഇന്റർനെറ്റ് ആവശ്യമാണ്. അവർക്ക് സ്റ്റേ ചെയ്യാൻ കുറച്ച് സൗകര്യം വേണം, നല്ല ഭക്ഷണം വേണം. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ സമരം ചെയ്യാൻ അവർ റെഡിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ സമരക്കാർക്ക് വേണ്ടി ആരൊക്കെയോ തയ്യാറാക്കി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് ഈ സമരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഇതിന് പുറമെ നമുക്കറിയാം വിദേശ ശക്തികളുടെ ഇതിനകത്തുള്ള കുറെ താല്പര്യങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ബൈ.